നമ്മുടെ എല്ലാം നിത്യജീവിതത്തിൽ ഭാഗമായതും മണവും കടുപ്പവും രുചിയും കൊണ്ട് ഉന്മേഷം പടർത്തി ഏവരെയും വശീകരിക്കുന്ന ഒന്നാണ് കോഫി. മലയാളത്തിൽ കാപ്പി എന്നും പറയും. നമ്മൾ സ്വാദോടെ ആസ്വദിച്ച് കുടിക്കുന്ന കോഫി ആരാണ് എപ്പോഴാണ് കണ്ടെത്തിയതെന്നോ അത് എങ്ങനെ ദേശങ്ങൾ താണ്ടി നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായതെന്നോ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യർ കോഫി കണ്ടുപിടിച്ചതുമായി ബന്ധപ്പെട്ട് 15ാം നൂറ്റാണ്ടിലാണ് ഈ കഥയുടെ ആദ്യത്തെ ലിഖിത രൂപം പുറത്തു വരുന്നത്. നമ്മളിന്ന് ഈ ടെല്ലിംഗ് ഹിസ്റ്ററിയിലൂടെ പറയുന്നത് കോഫിയുടെ ചരിത്രമാണ്. ഒരു ചൂട് കോഫി കുടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. എൻ്റെ പേര് അനീഷ് റോബിൻസൺ. വെൽക്കം ബാക്ക് ടു ടെല്ലിംഗ് ഹിസ്റ്റ്. ലോകത്തിൽ ക്രൂഡ് ഓയിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യാപാരം ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ ഉൽപ്പന്നമാണ് കോഫി. ലോകമെമ്പാടുമായി ഓരോ ദിവസവും 200 കോടിയിലധികം കപ്പ് കാപ്പിയാണ് ആളുകൾ കുടിച്ചു തീർക്കുന്നത്. പല രാജ്യങ്ങളുടെയും GDP-യേക്കാൾ വലിയ വാർഷിക വരുമാനമാണ് ഈ വ്യവസായം ഉണ്ടാക്കുന്നത്. എത്യോപ്യൻ കാടുകളിൽ വളരുന്ന ഒരു കാട്ടുപഴം എങ്ങനെ നിങ്ങളുടെ അടുക്കളയിൽ എത്തിയെന്ന കഥ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വിചിത്രവും രക്തരൂക്ഷിതവുമായ ഒന്നാണ്. ഒരു കാട്ടുചെടിയിലെ ചുവന്ന പഴങ്ങൾ തിന്ന ശേഷം തൻ്റെ ആടുകൾ വിചിത്രമായി പെരുമാറുന്നത് ശ്രദ്ധിച്ച ആ ആട്ടിടയൻ അന്ന് അറിഞ്ഞിരുന്നില്ല താൻ കണ്ടെത്തിയത് സാമ്രാജ്യങ്ങളെ തകർക്കാനും വിപ്ലവങ്ങൾക്ക് തിരികൊളുത്താനും വൻകരകളുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റി എഴുതാനും പോകുന്ന ഒന്നാണെന്ന്. നമ്മൾ കുടിക്കുന്ന കോഫിയുടെ അല്ലെങ്കിൽ കാപ്പിയുടെ കഥ ആരംഭിക്കുന്നത് ഏതാനും ആടുകളിൽ നിന്നാണ്. 9ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടം, അതായത് AD 800കളുടെ മധ്യത്തിൽ എത്യോപ്യയിലെ മരങ്ങൾ നിറഞ്ഞ ഉയർന്ന കുന്നിൻ പ്രദേശങ്ങളിൽ ആടുമേയ്ക്കുന്ന കാൾഡി എന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ പതിവ് പോലെ തൻ്റെ ആട്ടിൻകൂട്ടങ്ങളോടൊപ്പം ആടുകളെ മേയ്ച്ച് നടന്നു. ധാരാളം ദൂരം പിന്നിട്ട് അവനും ആടുകളും ക്ഷീണിച്ചിരുന്നു. എന്നാലും ആടുകൾ കണ്ണിൽ കാണുന്നതെല്ലാം മത്സരിച്ച് ആർത്തിയോടെ അകത്താക്കിയാണ് നടപ്പ്. അപ്പോഴേക്കും സമയം ഉച്ച കഴിഞ്ഞ് സായാഹ്നത്തിലേക്ക് കടന്നിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കാൾഡിക്ക് തൻ്റെ ആട്ടിൻകൂട്ടത്തിന് എന്തോ അസാധാരണമുള്ളതായി അവന് തോന്നി. കഫ എന്ന പട്ടണത്തിനടുത്തുള്ള മലഞ്ചെരുവിൽ കടുത്ത നിറത്തിലുള്ള ഇലകളുള്ള ചുവന്നു തുടുത്ത പഴങ്ങൾ നിറഞ്ഞ ഒരു പ്രത്യേക തരം ചെടിയുടെ ആ പഴങ്ങളും മറ്റും മേഞ്ഞതിന് ശേഷമാണ് ആടുകൾ ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയത്. അതുവരെ അവശരായിരുന്ന തൻ്റെ ആടുകൾ വളരെ ആവേശത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചാടുകയും അവ പതിവിലും ഉച്ചത്തിൽ കരയുകയും പരസ്പരം തലകൊണ്ടിടിച്ച് കളിക്കുകയും പതിവിലും വിപരീതമായി അന്നേ ദിവസം രാത്രി തൻ്റെ ആ ആടുകൾ അധികം ഉറങ്ങാതെ ഊർജ്ജസ്വലരായിരിക്കുന്നതും ആ ചെറുപ്പക്കാരൻ ശ്രദ്ധിച്ചു. പിറ്റേ ദിവസവും കാൾഡി ആടുകളെ മേയ്ക്കാൻ ആ പ്രദേശങ്ങളിലൊക്കെ വീണ്ടും പോയി. ആടുകൾ ആ ചെടിയുടെ ചുവന്ന കായകൾ കഴിച്ചു കഴിഞ്ഞാൽ ഉന്മേഷത്തിലാകുന്നതൊക്കെ കാൾഡി കൗതുകത്തോട് നോക്കി നിന്നു. ഒടുവിൽ ആ പഴങ്ങളൊന്ന് രുചിച്ചു നോക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ ആ ചെടിയുടെ ചുവന്ന പഴങ്ങൾ പറിച്ച് കടിച്ചുടച്ച് കഴിച്ചു. അത് കഴിച്ചതും നിമിഷങ്ങൾക്കുള്ളിൽ അതുവരെ അനുഭവിക്കാത്ത ഒരു പുതിയ തരം ഊർജവും ഉന്മേഷവും അവന് നിറയുന്നതായി അവന് തോന്നി. അവൻ്റെ ക്ഷീണമെല്ലാം പമ്പ കടന്നു. മനസ്സിന് വല്ലാത്തൊരു ഉന്മേഷം കൈവന്നു. അതെ, അന്നുവരെ ലോകത്തിൽ ആരും തിരിച്ചറിയപ്പെടാത്ത ഒരു കാട്ടുചെടിയിൽ നിന്നും ലോകത്തിലെ ആദ്യത്തെ കാപ്പി അയാൾ രുചിച്ചു കഴിഞ്ഞിരുന്നു. കോഫി അറബിക്ക എന്നറിയപ്പെടുന്ന കാട്ടുചെടികൾ ഇന്നും എത്യോപ്യയിലെ ഉയർന്ന വനപ്രദേശങ്ങളിൽ കാണാം. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ വൻമരങ്ങളുടെ തണുത്ത തണലിലാണ് അവ തഴച്ചു വളരുന്നത്. തെക്കു പടിഞ്ഞാറൻ എത്യോപ്യയിലെ കഫ മേഖലയിലാണ് ഇന്ന് നാം കാണുന്ന കാപ്പിയുടെ ജന്മനാടായി പരക്കെ അംഗീകരിക്കപ്പെടുന്നത്. ഈ ചെടി എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനുഷ്യർ കണ്ടെത്തുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ അവ ആ കാടുകളിൽ തഴച്ചു വളരുന്നുണ്ടായിരുന്നു. എന്തായാലും കാൾഡി തൻ്റെ ഈ പുതിയ കണ്ടെത്തലുമായി ആ ചെടികളിൽ നിന്നും പറിച്ചെടുത്ത കുറേ പഴങ്ങളുമായി അടുത്തുള്ള ഒരു ആശ്രമത്തിലെത്തി. അവിടെ ആശ്രമമുറ്റത്ത് ഏതാനും സന്യാസിമാർ തീ കാഞ്ഞുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. താൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ചെടിയുടെ പഴം കഴിക്കുന്നതെന്നും അതിനുശേഷം തനിക്ക് സന്തോഷവും ഉന്മേഷവും തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാൾഡി തൻ്റെ കയ്യിൽ കരുതിയിരുന്ന ആ പഴങ്ങൾ സന്യാസിമാരെ കാണിച്ചു. എന്നാൽ ഇതൊക്കെ പിശാചിൻ്റെ വേലയാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഒരു സന്യാസി ആ കാട്ടുപഴങ്ങളെല്ലാം ദേഷ്യത്തോടെ അവർ തീ കാഞ്ഞിരുന്ന തീയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ
ആ തീജ്വാലകളിൽ കിടന്ന് കാപ്പിക്കുരു വറുക്കപ്പെട്ടപ്പോൾ വളരെ ആകർഷകവും ലഹരി പിടിപ്പിക്കുന്നതുമായ ഒരു സുഗന്ധം അവിടെയാകെ പരന്നു. ആ കൊതിപ്പിക്കുന്ന മണം പിടിച്ച് ആശ്രമത്തിൻ്റെ മുറ്റത്തിൽ നിന്നും മറ്റ് സന്യാസിമാർ അവിടേക്ക് ഓടിയെത്തി. ആ കനലിൽ വറുത്ത് മുരിഞ്ഞു വരുന്ന കാപ്പിക്കുരുകൾ ആകാംക്ഷയോടെ ആ സന്യാസിമാർ അതിവേഗം വാരിയെടുത്തു. അതിൻ്റെ കൊതിപ്പിക്കുന്ന ഗന്ധം അതിനെ എങ്ങനെയെങ്കിലും കഴിക്കാൻ അവരെ പ്രലോഭിപ്പിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അവർ ആ വറുത്ത കാപ്പിക്കുരുകൾ കടിച്ചുടച്ച് കഴിച്ചു. കൈപ്പേറിയതും എന്നാൽ അതിലുപരി സ്വാദിഷ്ടവും ഉന്മാദവും നിറഞ്ഞ ഗന്ധം അവരെ അത് വീണ്ടും കഴിക്കാൻ പ്രലോഭിപ്പിച്ചു. അങ്ങനെ അവർ ആ വറുത്ത കാപ്പിക്കുരുകൾ ചതച്ച് പൊടിയാക്കി ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചു നോക്കി. അതവരെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുകയും അന്ന് രാത്രി തങ്ങളുടെ നീണ്ട സായാഹ്ന പ്രാർത്ഥനകൾക്കിടയിൽ ഒരു തവണ പോലും ഉറക്കം തൂങ്ങാതെ തികഞ്ഞ ഉന്മേഷത്തോടെ അവർ ഉണർന്നിരുന്നു. ഈ വാർത്ത എത്യോപ്യൻ മലനിരകളിലെ ഗ്രാമങ്ങളിലാകെ വളരെ വേഗം കാട്ടുതീ പോലെ പടർന്നു. അസാധാരണമായ എന്തോ ഒന്ന് തങ്ങൾ കണ്ടെത്തിയെന്ന് ആ സന്യാസിമാർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അതൊരു രഹസ്യമായി സൂക്ഷിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അങ്ങനെ അത് ചെങ്കടലിനക്കരെയുള്ള യമനിൽ എത്തിയതോടെയാണ് മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു മഹാശക്തിയായി കാപ്പി യഥാർത്ഥത്തിൽ മാറിയത്. 15-ാം നൂറ്റാണ്ടോടെ യമനിലെ തുറമുഖ നഗരങ്ങളിലെ സൂഫി സന്യാസിമാർ കാപ്പി കുടി ഒരു ആത്മീയ കർമ്മമായി തന്നെ മാറ്റി. അവർ ആ പാനീയത്തെ കഫ്ഹ എന്ന് വിളിച്ചു. യഥാർത്ഥത്തിൽ വീഞ്ഞിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പഴയ അറബി പദമായിരുന്നു അത്. നീണ്ട രാത്രികളിലെ പ്രാർത്ഥനകൾക്കും വട്ടത്തിലിരുന്നു കൊണ്ടുള്ള ധ്യാനങ്ങൾക്കും ദീർഘ എന്നറിയപ്പെടുന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്കും ഉറക്കമൊഴിച്ചിരിക്കാൻ അവർ ഇത് പ്രത്യേകമായി ഉപയോഗിച്ചു. വെറുമൊരു നേരം പോക്കിനോ സുഹൃത്തുക്കളോടൊപ്പമുള്ള ഒത്തുചേരലുകൾക്കോ ആയിരുന്നില്ല സൂഫികൾ അന്ന് കാപ്പി കുടിച്ചിരുന്നത്. മറിച്ച് അത് തങ്ങളുടെ മനസ്സിന് കൂടുതൽ ഏകാഗ്രത നൽകുമെന്നും ദൈവത്തോട് കൂടുതൽ അടുക്കാൻ സഹായിക്കുമെന്നും അവർ വിശ്വസിച്ചു. ആരാധനയ്ക്കുള്ള അവരുടെ രഹസ്യ ആയുധമായിരുന്നു കാപ്പി. അതുകൊണ്ട് തന്നെ ആ അറിവ് അവർ വളരെ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിച്ചു. കാപ്പിയെ ഒരു യഥാർത്ഥ കാർഷിക വിളയായി കൃഷി ചെയ്യുന്ന ആദ്യത്തെ രാജ്യമായി യമൻ മാറി. സന നഗരത്തിന് പുറത്തുള്ള പർവ്വതങ്ങളിലെ തട്ടുതട്ടായുള്ള മലഞ്ചെരുവുകളിലായിരുന്നു അവർ അത് നട്ടു വളർത്തിയത്. അങ്ങനെ ചെങ്കടൽ തീരത്തെ മൊക്ക എന്ന തുറമുഖ നഗരം ആഗോള കാപ്പി വ്യാപാരത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായി മാറി. ആ പേര് ചരിത്രത്തിൽ അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇന്ന് പാരീസിലോ ന്യൂയോർക്കിലോ ഉള്ള ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിലിരുന്ന് നിങ്ങൾ മൊക്ക അല്ലെങ്കിൽ മൊക്കച്ചീനോ എന്ന ചോക്ലേറ്റ് രുചിയുള്ള കാപ്പി പാനീയം കുടിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. മൊക്ക എന്ന വാക്ക് അത് കേവലം ഒരു പാനീയത്തിൻ്റെ പേരല്ല, മറിച്ച് 200 വർഷങ്ങളോളം ലോകത്തിൻ്റെ കാപ്പി വിതരണം മൊത്തം നിയന്ത്രിച്ചിരുന്ന ഒരു യമൻ തുറമുഖ നഗരത്തിൻ്റെ ആദരസൂചകമായ മാറ്റൊലിയാണ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത്. അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് പുറം ലോകത്തേക്ക് പോയ ഓരോ കാപ്പിക്കുരുവും ആ തുറമുഖം വഴിയാണ് കയറ്റി അയക്കപ്പെട്ടത്. തങ്ങൾക്ക് ലഭിച്ച ഈ മുൻതൂക്കം സംരക്ഷിക്കുന്നതിൽ യമനികൾ വളരെ ബുദ്ധിമാന്മാരായിരുന്നു. തങ്ങളുടെ അതിർത്തികൾക്ക് പുറത്ത് മറ്റാരും കാപ്പിച്ചെടി നട്ടു വളർത്താതിരിക്കാൻ അവർ ഒരു സൂത്രം പ്രയോഗിച്ചു. കയറ്റുമതി ചെയ്യുന്നതിന് മുമ്പായി അവർ കാപ്പിക്കുരുക്കൾ ഒന്നുകിൽ തിളപ്പിക്കുകയോ അല്ലെങ്കിൽ പകുതി വറുത്തെടുക്കുകയോ ചെയ്തു. ഇതിലൂടെ അവയിൽ നിന്നും വീണ്ടും ഒരു ചെടി മുളച്ചു വരുന്നത് പൂർണ്ണമായും തടയാൻ അവർക്ക് കഴിഞ്ഞു. അതിലൂടെ കാപ്പി അവരുടെ മാത്രം കുത്തകയായി തന്നെ നിലനിർത്താൻ അവർ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. യമനികളുടെ ആ തീരുമാനം അന്നൊരു ചെറിയ കാര്യമായി തോന്നിയെങ്കിലും ആ തന്ത്രം മികച്ചതായിരുന്നു. കാരണം പുറം ലോകം ഇതിനോടകം തന്നെ കാപ്പിയുടെ രുചി അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അവർക്ക് അത് ഇനിയും വേണമായിരുന്നു. മിഡിൽ ഈസ്റ്റ്, വടക്കൻ ആഫ്രിക്ക, തെക്കുകിഴക്കൻ യൂറോപ്പ് എന്നിവിടങ്ങളുടെ വലിയൊരു ഭാഗം അടക്കി ഭരിച്ചിരുന്ന ഒട്ടോമൻ സാമ്രാജ്യം ഭ്രാന്തമായ ആവേശത്തോടെയാണ് കാപ്പിയെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത്. 1500കളുടെ തുടക്കത്തോടെ തന്നെ ഇസ്താംബുൾ, കെയ്റോ, ഡമാസ്കസ്, അലപ്പോ, മക്ക എന്നിവിടങ്ങളിലുടനീളം കോഫി ഹൗസുകൾ ഉയർന്നു വന്നു. അവ ഒരിക്കലും ശാന്തമായ ഇടങ്ങളായിരുന്നില്ല. ശബ്ദമുഖരിതവും തിരക്കേറിയതും പുക നിറഞ്ഞതുമായ ഒട്ടോമൻ കോഫി ഹൗസുകൾ യഥാർത്ഥത്തിൽ സജീവമായ സാമൂഹിക കേന്ദ്രങ്ങളായിരുന്നു. അവിടെ ആളുകൾ ഒത്തുകൂടി രാഷ്ട്രീയം ചർച്ച ചെയ്തു, കവിതകൾ ചൊല്ലി, ചെസ്സും ബാക്ക്ഗാമനും കളിച്ചു.
കഥാപ്രസംഗങ്ങൾ കേൾക്കാനും സുൽത്താനെയും കൊട്ടാരത്തെയും കുറിച്ചുള്ള പരദൂഷണങ്ങൾ പറയാനും അവർ അവിടെ സമയം കണ്ടെത്തി. തുർക്കികൾ ഇത്തരം കാപ്പിക്കടകളെ കഫേഹാനെ എന്നാണ് വിളിച്ചത്. വെറും പതിറ്റാണ്ടുകൾക്കുള്ളിൽ തന്നെ അവ ഒട്ടോമൻ നഗരജീവിതത്തിൻ്റെ സാമൂഹിക നട്ടെല്ലായി മാറി. 16-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ഇസ്താംബുളിൽ മാത്രം 600-ലധികം കോഫി ഹൗസുകൾ ഉണ്ടായിരുന്നതായി ചില ചരിത്രകാരന്മാർ കണക്കാക്കുന്നു. അന്നത്തെ ആളുകളുടെ വിനോദവും ഒത്തുചേരൽ സ്ഥലവും ഇത്തരം കാപ്പിക്കടകളായിരുന്നു. ഇത് അധികാരത്തിലിരിക്കുന്നവരെ ശരിക്കും ഭയപ്പെടുത്തി. കാരണം സാധാരണ പൗരന്മാർ വലിയ തോതിൽ ഒത്തുകൂടുകയും നാടിനെക്കുറിച്ചും രാജാവിനെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചുമൊക്കെ പരസ്യമായി സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ ഭരണാധികാരികൾക്ക് പരിഭ്രാന്തി ഉണ്ടാകുക സ്വാഭാവികമാണല്ലോ. 1511 മക്കയിലെ ഗവർണറായിരുന്ന ഖൈർ ബെഗ് കാപ്പിയെ പൂർണ്ണമായും നിരോധിക്കാൻ ശ്രമിച്ചു. ഇസ്ലാമിക നിയമപ്രകാരം നിരോധിക്കപ്പെട്ട ഒരു ലഹരി വസ്തുവാണ് ഇതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. കാപ്പി കുടിക്കുന്നവരെ ഒരു കുറ്റവാളി എന്ന പോലെ ചോദ്യം ചെയ്യാൻ അദ്ദേഹം പിടികൂടുകയും നഗരത്തിലെ കോഫി ഹൗസുകൾ പൂട്ടിക്കുകയും ചെയ്തു. എന്നാൽ ഈ നിരോധത്തിന് കഷ്ടിച്ച് 1 വർഷത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. കെയ്റോയിലെ സുൽത്താൻ ഈ ഉത്തരവ് റദ്ദാക്കുകയും ഖൈർ ബെഗിനെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തു. പക്ഷേ കാപ്പി പ്രേമികളും ഭരണാധികാരികളും തമ്മിലുള്ള വലിയൊരു പോരാട്ടം അവിടെ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1630-കളിൽ ഒട്ടോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന സുൽത്താൻ മുറാദ് നാലാമനിൽ നിന്നാണ് കാപ്പിക്കെതിരെ ഏറ്റവും ക്രൂരമായ അടിച്ചമർത്തലുണ്ടായത്. പ്രാകൃത ചിന്താഗതിക്കാരനായ അദ്ദേഹം കാപ്പി പൂർണ്ണമായും നിരോധിച്ചു. രാജ്യദ്രോഹപരമായ ഗൂഢാലോചനകളെയും അപകടകരമായ തത്വചിന്തകളെയും കുറിച്ച് ആശങ്കാകുലനായ അദ്ദേഹം കോഫി ഹൗസുകൾ രാജ്യദ്രോഹപരമായ സംസാരം വളർത്തിയെടുക്കുമെന്ന് വിശ്വസിച്ചു. ഇസ്താംബുളിൽ ഉടനീളമുള്ള എല്ലാ കോഫി ഹൗസുകളും നിർദ്ദയം പൂട്ടിച്ചു. മാത്രമല്ല കാപ്പി കുടിച്ച് പിടിക്കപ്പെടുന്നവരെ കഠിനമായ മർദ്ദന ശിക്ഷകൾക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. ഒട്ടോമൻ സാമൂഹിക ജീവിതത്തിൽ കാപ്പി അത്രത്തോളം ആഴത്തിൽ വേരൂന്നിയിരുന്നു. എന്നാൽ ഭരണാധികാരി അതിനെ തൻ്റെ അധികാരത്തിന് നേരെയുള്ള ഭീഷണിയായാണ് കണ്ടത്. 1640-ൽ മുറാദ് നാലാമൻ മരിച്ചതിന് ശേഷം നിരോധനം ക്രമേണ ഇല്ലാണ്ടായി. അങ്ങനെ ഒട്ടോമൻ സാമ്രാജ്യത്തിൽ കോഫി ഹൗസുകൾ വീണ്ടും വലിയ സാമൂഹിക കേന്ദ്രങ്ങളായി ഉയർന്നു വന്നു. ഈ സമയമായപ്പോഴേക്കും കോഫിയുടെ ഉപയോഗം അവരുടെ അതിർത്തികൾ കടന്ന് യൂറോപ്പിലെത്തിയിരുന്നു. യൂറോപ്പാകട്ടെ കാപ്പിയുടെ ലഹരിയിൽ അക്ഷരാർത്ഥത്തിൽ മതിമറന്നുപോയി. 1629-ൽ വെനീസിലാണ് ആദ്യത്തെ യൂറോപ്യൻ കോഫി ഹൗസ് തുറക്കുന്നത്. കിഴക്കൻ മെഡിറ്ററേനിയനിലെ ഒട്ടോമൻ തുറമുഖങ്ങളിലൂടെയുള്ള വ്യാപാര യാത്രകൾക്കിടയിൽ കാപ്പിയുടെ രുചിയറിഞ്ഞ ഇറ്റാലിയൻ വ്യാപാരിയാണ് ഇത് യൂറോപ്പിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉടനടിയായിരുന്നു, അതും വളരെ ശത്രുതാപരവും. റോമിലെ പുരോഹിതന്മാർ കാപ്പിയെ സാത്താൻ്റെ കൈപ്പേറിയ കണ്ടുപിടുത്തം എന്ന് പ്രഖ്യാപിച്ചു. മുസ്ലിം ലോകത്തു നിന്നുള്ള ഈ കറുത്ത പാനീയം ക്രിസ്ത്യാത്മാക്കളെ ദുഷിപ്പിക്കാനും വിശുദ്ധ കുർബാനയിലെ വീഞ്ഞിൽ നിന്ന് അവരെ അകറ്റാനും വേണ്ടി സാത്താൻ രൂപകൽപ്പന ചെയ്ത ആയുധമാണെന്ന് അവർ വാദിച്ചു. ഇത് പൂർണ്ണമായും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് ക്ലെമന്റ് മാർപ്പാപ്പയ്ക്ക് നിവേദനം നൽകുകയും വത്തിക്കാനിൽ ഇതിനായി ഒരു ഔദ്യോഗിക വാദം കേൾക്കൽ വിളിച്ചു ചേർക്കുകയും ചെയ്തു. അപ്പോൾ വിവേകമുള്ള ഏതൊരാളും ചെയ്യുന്നത് പോലെ മാർപ്പാപ്പയും ചെയ്തു. അതൊന്ന് രുചിച്ചു നോക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു സിപ്പ് കുടിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഏകദേശം ഇപ്രകാരമായിരുന്നു: സാത്താൻ്റെ ഈ പാനീയം വളരെ രുചികരമാണ്. അതിനാൽ അവിശ്വാസികൾക്ക് മാത്രം ഇത് ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കുന്നത് വലിയ കഷ്ടമാണ്. ഇതിനെ മാമോദിസ മുക്കി നമുക്ക് സാത്താനെ കബളിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കാപ്പിക്ക് മാർപ്പാപ്പയുടെ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചു. വത്തിക്കാൻ്റെ ചരിത്രത്തിലെ ഏറ്റവും തന്ത്രപരമായ രാഷ്ട്രീയ നീക്കങ്ങളിലൊന്നാണിതെന്നോ അല്ലെങ്കിൽ ഏറ്റവും രസകരമായ സംഭവമാണെന്നോ അവരവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് ഇതിനെ വിലയിരുത്താം. എന്തൊക്കെയായാലും പതിറ്റാണ്ടുകൾക്കുള്ളിൽ യൂറോപ്പിലെങ്ങും കോഫി ഹൗസുകൾ നിറഞ്ഞു. അത് മുഴുവൻ സമൂഹത്തിൻ്റെയും പ്രവർത്തന രീതിയെ തന്നെ മാറ്റി എഴുതുന്ന ഒന്നായിരുന്നു. 1700-കളുടെ തുടക്കത്തിൽ ലണ്ടനിൽ മാത്രം 3000-ലധികം കോഫി ഹൗസുകൾ ഉണ്ടായിരുന്നു. അവർ അവയെ പെന്നി യൂണിവേഴ്സിറ്റികൾ എന്ന് വിളിച്ചു. കാരണം വെറുമൊരു പെന്നി നാണയം കൊടുത്ത് ഒരു കപ്പ് കാപ്പി വാങ്ങിയാൽ ആർക്കും അവിടെ ഇരുന്ന് ഇംഗ്ലണ്ടിലെ ഏറ്റവും മികച്ച ബുദ്ധിജീവികൾ, തത്വചിന്ത, ശാസ്ത്രം, ബിസിനസ്,
കൊളോണിയൽ രാഷ്ട്രീയം എന്നിവയെക്കുറിച്ച് സംവദിക്കുന്നത് കേൾക്കാമായിരുന്നു. അവ സമ്പന്നർക്ക് മാത്രമുള്ള ഇടങ്ങളായിരുന്നില്ല. വ്യാപാരികൾ, നാവികർ, എഴുത്തുകാർ, ശാസ്ത്രജ്ഞർ, രാഷ്ട്രീയ ചിന്തകർ തുടങ്ങിയ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവരും അവിടെ ഒരു ബെഞ്ചിൽ തിങ്ങി നിറഞ്ഞിരുന്നു. ലണ്ടനിലെ ടവർ സ്ട്രീറ്റിലുള്ള എഡ്വേർഡ് ലോയിഡ് കോഫി ഹൗസ് ലോകപ്രശസ്ത ഇൻഷുറൻസ് വിപണിയായ ലോയിഡ് ഓഫ് ലണ്ടൻ്റെ ഉത്ഭവ സ്ഥലമായി മാറി. എക്സ്ചേഞ്ച് അല്ലിയിലെ ജോനാഥൻസ് കോഫി ഹൗസ് ആകട്ടെ പിൽക്കാലത്ത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചായി മാറിയ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയായി. മഹാന്മാരായ പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഈ കോഫി ഹൗസുകൾ വലിയ സ്വാധീനം ചെലുത്തി. സർ ഐസക് ന്യൂട്ടൻ തൻ്റെ ഗണിതശാസ്ത്ര ചിന്തകളുമായി മണിക്കൂറുകളോളമാണ് അവിടെ ചിലവഴിച്ചത്. പ്രശസ്ത കവിയായ അലക്സാണ്ടർ പോപ്പ് കൊവന്റ് ഗാർഡനിലെ ബട്ടൺസ് കോഫി ഹൗസിലായിരുന്നു മിക്കവാറും ജീവിച്ചിരുന്നത് തന്നെ. 1686 പാരീസിൽ ആരംഭിച്ച കഫേ പ്രോക്കോപ്പിൽ വോൾട്ടയർ, റുസോ ഡിസോറോട്ട്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ തുടങ്ങിയ ലോകമറിഞ്ഞ തത്വചിന്തകർ പലപ്പോഴായി ഒത്തുകൂടി. വോൾട്ടയർ ഒരു ദിവസം 40 മുതൽ 50 കപ്പ് വരെ കാപ്പി കുടിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അസാധാരണമായ രചനാ പാടവത്തിൻ്റെ രഹസ്യം ഒരുപക്ഷേ ഇതായിരിക്കാം. പക്ഷേ യൂറോപ്പുകാർക്ക് ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. കാപ്പിക്കായി അവർക്ക് പൂർണ്ണമായും യമനെ ആശ്രയിക്കേണ്ടിയിരുന്നു. തങ്ങളുടെ ഈ കുത്തകാവകാശം സ്വമേധയാ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ യമനികൾ തയ്യാറായിരുന്നില്ല. യമനിൽ നിന്ന് മുളയ്ക്കാൻ പാകത്തിലുള്ള കാപ്പിക്കുരു പുറത്തേക്ക് കടത്താനുള്ള ഓരോ ശ്രമവും അവർ പരാജയപ്പെടുത്തി. വ്യാപാര പാതകളെല്ലാം അവരുടെ കർശന നിയന്ത്രണത്തിലായിരുന്നു. കയറ്റുമതി ചെയ്യുന്നതിന് മുമ്പ് കുരുക്കൾ പ്രത്യേകം സംസ്കരിച്ച് അതിൽ നിന്നും വീണ്ടും ഒരു ചെടി മുളയ്ക്കില്ല എന്നവർ ഉറപ്പുവരുത്തി. വിപണിയിലെ തങ്ങളുടെ ഈ ആധിപത്യം നിലനിർത്താൻ യമൻ അധികാരികൾക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ആ കുത്തകയുടെ അവസാനത്തേക്കുള്ള സമയസൂചിക അപ്പോഴേക്കും ചലിച്ചു തുടങ്ങിയിരുന്നു. യമനികൾ അതറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം. കാരണം 1616 പീറ്റർ വാണ്ടൻബ്രോക്ക് എന്നൊരു ഡച്ച് വ്യാപാരി മൊക്ക തുറമുഖത്ത് നിന്ന് ജീവനുള്ള ഒരു കാപ്പിച്ചെടി മോഷ്ടിക്കുകയും അതൊരു കപ്പലിൽ ഒളിപ്പിച്ച് ആംസ്റ്റർഡാമിലേക്ക് കടത്തുകയും ചെയ്തു. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നെതർലാൻഡിലെ തങ്ങളുടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ അത് വിജയകരമായി നട്ടുവളർത്തി. അതിനുശേഷം എല്ലാ കൊളോണിയൽ ശക്തികളും കാലാകാലങ്ങളായി ചെയ്യുന്നത് പോലെ അവരും ചെയ്തു. തങ്ങളുടെ അധീനതയിലുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് അവരത് കൊണ്ടുപോയി. ഡച്ചുകാർ ഇന്നത്തെ ശ്രീലങ്കയായ സിലോണിലെയും ഇന്തോനേഷ്യയുടെ ഭാഗമായ ജാവയിലെയും തങ്ങളുടെ കോളനികളിൽ കാപ്പി വ്യാപകമായി കൃഷി ചെയ്യാൻ തുടങ്ങി. കാപ്പി ഉൽപ്പാദനത്തിൻ്റെ പര്യായമായി ജാവ ദ്വീപ് എത്രത്തോളം മാറിയെന്നാൽ 400 വർഷങ്ങൾക്കിപ്പുറവും കാപ്പിയെ സൂചിപ്പിക്കാൻ ജാവ എന്ന വാക്ക് ഇന്നും പലയിടങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന അടിമകളെ ഉപയോഗിച്ച് ഡച്ചുകാർ തെക്കേ അമേരിക്കയുടെ വടക്കൻ തീരത്തുള്ള സുരിനമിലും വലിയ കാപ്പിത്തോട്ടങ്ങൾ സ്ഥാപിച്ചു. പക്ഷേ കാപ്പിയോട് മോഹമുള്ള ഒരേയൊരു യൂറോപ്യൻ സാമ്രാജ്യം ഡച്ചുകാർ മാത്രമായിരുന്നില്ല. ഈ വ്യാപാരത്തിലേക്ക് കടന്നു വരാൻ ഫ്രാൻസും അതിയായി ആഗ്രഹിച്ചു. അതിനുവേണ്ടി എത്ര വലിയ സാഹസത്തിനും അവർ തയ്യാറായിരുന്നു. 1723 ഗബ്രിയേൽ ഡിക്ലു എന്ന ഫ്രഞ്ച് നാവിക ഉദ്യോഗസ്ഥൻ പാരീസിലെ റോയൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് കരീബിയൻ ദ്വീപായ മാൾട്ടിനിലേക്ക് ഒരു യാത്ര തിരിച്ചു. ഡച്ചുകാർ ഫ്രഞ്ച് രാജാവായ ലൂയി 16 സമ്മാനിച്ച ഒരു കാപ്പിച്ചെടിയുടെ ചെറിയൊരു തൈ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. കപ്പലിൻ്റെ ഡെക്കിൽ ഒരു ചില്ലുകൂട്ടിലായിരുന്നു അതിനെ വളരെ കരുതലോടെ സൂക്ഷിച്ചിരുന്നത്. എന്നാൽ ആ യാത്ര തുടക്കം മുതലേ തന്നെ ഒരു വലിയ ദുരന്തമായിരുന്നു. മെഡിറ്ററേനിയൻ കടലിൽ വെച്ച് ടുണീഷ്യൻ കടൽ കൊള്ളക്കാർ അവരുടെ കപ്പൽ ആക്രമിച്ചു. കൂടാതെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ചുണ്ടായ അതിശക്തമായ ഒരു കൊടുങ്കാറ്റ് അവരെ നാശത്തിൻ്റെ വക്കിലെത്തിച്ചു. ഇതിനിടയിൽ ഡിക്ലുവിൻ്റെ ദൗത്യത്തോട് അസൂയ തോന്നിയതോ അതല്ലെങ്കിൽ അല്പം മാനസിക അസ്വസ്ഥതമുള്ളതോ ആയ ഒരു സഹയാത്രികൻ ആ ചില്ലുകൂട് തകർത്ത് ചെടിയെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഡിക്ലു അയാളെ ശക്തമായി ചെറുത്തു തോൽപ്പിച്ചുവെങ്കിലും ആ പിടിവലിക്കിടയിൽ ചെടിയുടെ ഒരു കൊമ്പ് ഒടിഞ്ഞു പോയിരുന്നു. പിന്നീട് കപ്പലിലെ കുടിവെള്ളം അപകടകരമായ മിതം കുറഞ്ഞതോടെ വെള്ളം കർശനമായി നിയന്ത്രിച്ചുപയോഗിക്കാൻ ക്യാപ്റ്റൻ ഉത്തരവിട്ടു. ആ കാപ്പിച്ചെടിയെ ജീവനോടെ നിലനിർത്താൻ ഡിക്ലു തനിക്ക് കുടിക്കാൻ കിട്ടിയിരുന്ന വെള്ളത്തിൽ കുറച്ച് അതിനും നൽകി. ആഴ്ചകളോളം ദാഹിച്ചു വലങ്ങിയ അദ്ദേഹം മാൾട്ടനിക്കിൽ എത്തിയപ്പോഴേക്കും വെയിലേറ്റ് കരിവാളിച്ച് നിർജ്ജലീകരണം സംഭവിച്ച് തികച്ചും അവശനായി തീർന്നിരുന്നു.
ആ കാപ്പിച്ചെടിയുടെ അവസ്ഥയും ഏതാണ്ട് ജീവൻ മരണ പോരാട്ടത്തിലായിരുന്നു. എന്നാൽ ആ ദ്വീപിലെ അഗ്നിപർവ്വത മണ്ണിൽ നട്ടു നനച്ച് അദ്ദേഹം അതിന് പുതുജീവൻ നൽകി. ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ ഫ്രഞ്ച് കരീബിയൻ മേഖലയിലുടനീളം കാപ്പിത്തോട്ടങ്ങൾ ഉണ്ടാക്കാൻ മാത്രം തൈകൾ ആ ഒരൊറ്റ ചെടിയിൽ നിന്ന് അവർ ഉൽപ്പാദിപ്പിച്ചു. ഇന്ന് മധ്യ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും വലിയൊരു ഭാഗത്തുള്ള മിക്കവാറും എല്ലാ കാപ്പിച്ചെടികൾക്കും പറയാനുള്ളത് ഡിക്ലൂവിൻ്റെ കപ്പലിലെ ആ ചെറിയ കാപ്പിത്തൈയുടെ പാരമ്പര്യമാണ്. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. കാരണം കാപ്പി എങ്ങനെയാണ് ഒരു വൻകരയെ മുഴുവൻ കീഴടക്കിയത് എന്നതാണ് പറയാൻ പോകുന്നത്. 1727 ആയപ്പോഴേക്കും ബ്രസീലിലെ പോർച്ചുഗീസ് സർക്കാരിന് ഒരു കാര്യം മനസ്സിലായി. ഉഷ്ണമേഖല കാലാവസ്ഥയും ഫലപുഷ്ടിയായ മണ്ണും കുറഞ്ഞ ചെലവിൽ കിട്ടുന്ന തൊഴിലാളികളുമായി കാപ്പി കൃഷി ചെയ്യാൻ അനുയോജ്യമായ ദശലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി തങ്ങളുടെ പക്കലുണ്ട്. പക്ഷേ അതിനായി നടാൻ ഒരു കാപ്പിച്ചെടി പോലുമില്ല. ഫ്രഞ്ചുകാരും ഡച്ചുകാരും തങ്ങളുടെ കാപ്പി കോളനികൾ വളരെ അസൂയയോടെയാണ് സംരക്ഷിക്കുന്നത്. അത് മറ്റൊരാളുമായി പങ്കിടാൻ അവർ തയ്യാറുമായിരുന്നില്ല. അങ്ങനെയിരിക്കെ ബ്രസീൽ ഫ്രാൻസിസ്കോ ഡിമെലോ പാൽഹെറ്റ എന്നൊരാളെ ഫ്രഞ്ച് ഗാനയിലേക്ക് അയച്ചു. ഫ്രഞ്ച് ഡച്ച് കോളനികൾ തമ്മിലുള്ള അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള ഒരു നയതന്ത്ര ദൗത്യമെന്ന വ്യാജേനയായിരുന്നു ഈ യാത്ര. ഫ്രാൻസിസ്കോ പാൽഹെറ്റ വളരെ സുമുഖനും ആകർഷകമായ വ്യക്തിത്വമുള്ളവനും വാക്ചാതുര്യമുള്ളവനുമായിരുന്നു. ചരിത്രരേഖകൾ പ്രകാരം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജോലി ചാരവൃത്തിയായിരുന്നു. അതിൽ അദ്ദേഹം അതിവിദഗ്ധനുമായിരുന്നു. കെയർ നഗരത്തിൽ വെച്ച് അതിർത്തി കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ഫ്രാൻസിസ്കോ പാൽഹെറ്റ ഫ്രഞ്ച് കൊളോണിയൽ ഗവർണറുടെ ഭാര്യയുമായി ഒരു രഹസ്യ ബന്ധം സ്ഥാപിച്ചെടുത്തു. ആ ബന്ധത്തിൻ്റെ ഫലമായെന്നോണം ഫ്രാൻസിസ്കോ പാൽഹെറ്റയ്ക്ക് ബ്രസീലിലേക്ക് മടങ്ങാനുള്ള സമയമായപ്പോൾ അവിടെ നടന്ന ഒരു പൊതുവിരുന്നിൽ വച്ച് ഗവർണറുടെ ഭാര്യ അദ്ദേഹത്തിന് അതിമനോഹരമായ ഒരു പൂച്ചെണ്ട് യാത്രാമൊഴിയായി നൽകി. എന്നാൽ ആ പൂച്ചെണ്ടിനുള്ളിൽ അവർ മറ്റൊന്ന് ഒളിപ്പിച്ചു വച്ചിരുന്നു. മുളയ്ക്കാൻ പാകത്തിലുള്ള കാപ്പിക്കുരുക്കളും കാപ്പിച്ചെടിയുടെ കമ്പുകളുമായിരുന്നു അവ. ഫ്രാൻസിസ്കോ പാൽഹെറ്റ അവയുമായി അതിർത്തി കടന്ന് ബ്രസീലിലെത്തി. വടക്കൻ സംസ്ഥാനമായ പാരായിൽ അദ്ദേഹം അത് നട്ടുപിടിപ്പിച്ചു. പതിറ്റാണ്ടുകൾക്കുള്ളിൽ അവിടെ നിന്നും കാപ്പി കൃഷി തെക്കോട്ട് വ്യാപിക്കുകയും മാരാൻഹാവോ, ബഹിയ, റിയോ ഡി ജനീറോ, സാവോ പോളോ, മിനാസ് ജെയറസ് എന്നീ സംസ്ഥാനങ്ങളിലേക്ക് പടരുകയും ചെയ്തു. അങ്ങനെ ഭൂമുഖത്തെ ഏറ്റവും വലിയ കാപ്പി ഉൽപ്പാദകരായി ബ്രസീൽ മാറി. ഇന്നും ആ പദവി അവർക്ക് തന്നെയാണ്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പിയുടെ ഏകദേശം 1/3 വരുന്നത് ബ്രസീലിൽ നിന്നാണ്. ഒരു നിമിഷം ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ബ്രസീലിൻ്റെ ഈ കൂറ്റൻ കാപ്പി വ്യവസായം ഇന്ന് നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം 1727 ഒരു സൽക്കാരത്തിനിടയിൽ നടന്ന ഒരു വശീകരണ തന്ത്രത്തിൻ്റെ ഫലമായാണ് എന്നതാണ് രസകരം. എന്നാൽ ഇവിടെ വെച്ച് ഈ രസകരമായ കഥ സാഹസികമായ മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. കാരണം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലുടനീളമുള്ള കാപ്പിയുടെ ഈ വ്യാപനത്തിനായി മനുഷ്യരാശിക്ക് നൽകേണ്ടി വന്ന വില സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര വലുതായിരുന്നു. കരീബിയൻ, മധ്യ അമേരിക്ക, തെക്കേ അമേരിക്ക, തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ പരന്നു കിടക്കുന്ന ആ കാപ്പിത്തോട്ടങ്ങൾ പൂർണ്ണമായും അടിമകളുടെ വിയർപ്പും ചോരയിലുമാണ് കെട്ടിപ്പടുത്തത്. ജാവയിലെയും സുരിനാമയിലെയും തോട്ടങ്ങളിൽ പണിയെടുക്കാൻ ഡച്ചുകാർ പശ്ചിമ ആഫ്രിക്കയിൽ നിന്നുള്ള അടിമകളെയും അവിടുത്തെ തദ്ദേശീയരെയും നിർബന്ധിപ്പിച്ചു. ഹെയ്തി, മാർട്ടിനിക്, ഗ്വാൻഡ്വാലോപ്പ് എന്നിവിടങ്ങളിൽ ഫ്രഞ്ചുകാർ ആഫ്രിക്കൻ അടിമകളെയാണ് ആശ്രയിച്ചത്. അവിടുത്തെ സാഹചര്യങ്ങൾ എത്രത്തോളം ക്രൂരവും ഭയാനകരവുമായിരുന്നുവെന്നാൽ ഹെയ്തിയിലെ കാപ്പി പഞ്ചസാര തോട്ടങ്ങളിലെ ആ പീഡനങ്ങൾ 1791 ഹെയ്തിയൻ വിപ്ലവത്തിന് പ്രധാന കാരണങ്ങളിലൊന്നായി മാറി. മറ്റ് കാപ്പി ഉൽപ്പാദക രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്താൽ പോലും അതിനേക്കാൾ വലിയ ഉൽപ്പാദനത്തിലേക്ക് വളർന്ന ബ്രസീലാകട്ടെ 1888 അടിമത്തം ഔദ്യോഗികമായി നിർത്തലാക്കുന്നതുവരെ തങ്ങളുടെ പടുകൂട്ടൻ കാപ്പിത്തോട്ടങ്ങൾ പൂർണ്ണമായും ഈ അടിമകളെ ഉപയോഗിച്ചാണ് നടത്തിയിരുന്നത്. അടിമത്തം നിർത്തലാക്കിയ പശ്ചിമ അർദ്ധഗോളത്തിലെ ഏറ്റവും അവസാനത്തെ രാജ്യമായിരുന്നു ബ്രസീൽ. മനുഷ്യത്വമില്ലാത്ത ആ ക്രൂരമായ വ്യവസ്ഥിതിയെ ഇത്രയും കാലം അവിടെ നിലനിർത്തിയ പ്രധാന സാമ്പത്തിക സ്രോതസ്സുകളിലൊന്ന് മറ്റൊന്നുമായിരുന്നില്ല, ഈ കാപ്പിയായിരുന്നു. ഈ കാപ്പിത്തോട്ടങ്ങളിലെ അവസ്ഥകൾ വളരെ ക്രൂരമായിരുന്നു.
പരാബാവൈലിയിലെയും സാവോപോളയ്ക്ക് ചുറ്റുമുള്ള ബ്രസീലിയൻ കാപ്പിത്തോട്ടങ്ങളിലെയും തൊഴിലാളികൾക്ക് അതിരാവിലെ മുതൽ ഇരുട്ടുന്നതുവരെ വിശ്രമമില്ലാതെ പണിയെടുക്കേണ്ടി വന്നു. തിങ്ങി നിറഞ്ഞ അറ്റ്ലാന്റിക് വനങ്ങൾ വെട്ടിത്തെളിക്കാനും തൈകൾ നടാനും ഉഷ്ണമേഖലാ പ്രദേശത്തെ ചൂടിൻ്റെ പൊള്ളുന്ന വെയിലിൽ നിന്ന് പഴുത്ത കാപ്പിക്കുരുകൾ കൈകൊണ്ട് പറിച്ചെടുക്കാനും തുറസായ സ്ഥലങ്ങളിൽ അവ സംസ്കരിക്കാനുമായി അവർ രാപ്പകൽ വിയർപ്പൊഴുക്കി. അവിടുത്തെ മരണനിരക്ക് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. തോട്ടമുടമകളായ ഹെസൻഡോറോസിൻ്റെ കണക്കുകൂട്ടലുകളിൽ അടിമകൾക്ക് നല്ല ഭക്ഷണവും പാർപ്പിടവും വൈദ്യസഹായവും നൽകുന്നതിനേക്കാൾ ലാഭകരം അവരെ കൊണ്ട് മരിക്കുന്നതുവരെ പണിയെടുപ്പിക്കുകയും പകരം അറ്റ്ലാന്റിക് അടിമ വ്യാപാരത്തിലൂടെ പുതിയ അടിമകളെ വിലയ്ക്ക് വാങ്ങുന്നതുമാണെന്ന് അവർ വിശ്വസിച്ചു. അവിടെ കാപ്പിത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന മനുഷ്യർക്ക് പുല്ല് വില പോലും നൽകിയിരുന്നില്ല എന്നതാണ് ഇതിനർത്ഥം. കാപ്പി ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ ബ്രസീലിലെ ഭൂ ഉടമകളിലേക്കും ലണ്ടൻ, ആംസ്റ്റർഡാം, ന്യൂയോർക്ക് എന്നിവിടങ്ങളിലെ വ്യാപാരികളിലേക്കുമാണ് ഒഴുകിയത്. എന്നാൽ അതിനുള്ള വലിയ മനുഷ്യവില നൽകേണ്ടി വന്നത് ആഫ്രിക്കക്കാരും തദ്ദേശീയരായ മനുഷ്യരുമായിരുന്നു. ആ വൻ ലാഭത്തിൻ്റെ ഒരു ചെറിയ അംശം പോലും അവർക്കൊരിക്കലും ലഭിച്ചില്ല. ഇതൊരു വെറും കാർഷിക വിളയുടെ കഥ മാത്രമായിരുന്നില്ല. യൂറോപ്യൻ കൊളോണിയലിസത്തിൻ്റെ മുഴുവൻ ഭരണ സംവിധാനത്തിലും കാപ്പി അഴിക്കാൻ കഴിയാത്ത വിധം ഇഴകിച്ചേർന്നിരുന്നു. 3 ഭൂഖണ്ഡങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥകളെ നിർവചിച്ച തോട്ടം വ്യവസ്ഥയിൽ നിന്ന് അതിനെ വേർതിരിക്കാനാവില്ലായിരുന്നു. ഇതേസമയം ഒരു സമുദ്രത്തിനപ്പുറം പുതിയൊരു രാജ്യത്തിൻ്റെ പിറവിയിൽ തികച്ചും അപ്രതീക്ഷിതമായ ഒരു പങ്ക് വഹിക്കാൻ കാപ്പി ഒരുങ്ങുകയായിരുന്നു. 1773 ഡിസംബറിൽ ബ്രിട്ടീഷ് സ്വേച്ഛാധിപത്യത്തിനും പ്രാതിനിധ്യമില്ലാത്ത നികുതി ചുമത്തലിനുമെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധമായി നിരാശരായ അമേരിക്കൻ കോളനിവാസികൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ 342 പെട്ടി തേയില, അതായത് ഏതാണ്ട് 41,700 കിലോ തേയില ബോസ്റ്റൺ തുറമുഖത്ത് കൊടും തണുപ്പുള്ള കടൽ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്ന ഈ സംഭവം ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നുവെങ്കിലും അതിനൊരു പ്രായോഗിക വശമുണ്ടായിരുന്നു. അമേരിക്കൻ കോളനികളിൽ തേയില കുടിക്കുന്നത് പെട്ടെന്ന് തന്നെ ഒരു രാജ്യദ്രോഹപരമായ പ്രവൃത്തിയായി മാറി. ബ്രിട്ടീഷ് തേയില വിറ്റിരുന്ന വ്യാപാരികളെ അവർ ആക്രമിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്തു. തേയില കുടിക്കുന്നവരെ ബ്രിട്ടീഷ് അനുഭാവികളായി മുദ്രകുത്തി പരിഹസിച്ചു. അങ്ങനെ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ നിത്യഭാഗമായിരുന്ന തേയില എന്ന പാനീയത്തിന് പകരമായി അമേരിക്കക്കാർക്ക് മറ്റൊന്ന് ആവശ്യമായിരുന്നു. അധികം വൈകാതെ തന്നെ കാപ്പി ആ സ്ഥാനം കൈയടക്കി. ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ 13 കോളനികളിലുടനീളം തേയിലയ്ക്ക് പകരം ആളുകളുടെ പ്രിയപ്പെട്ട പാനീയമായി കാപ്പി മാറി. ഫിലാഡൽഫിയ, ന്യൂയോർക്ക്, ബോസ്റ്റൺ എന്നിവിടങ്ങളിലെ കോഫി ഹൗസുകൾ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒത്തുകൂടൽ കേന്ദ്രമായി മാറി. തങ്ങളുടെ അടുത്ത നീക്കങ്ങൾ അവർ ആസൂത്രണം ചെയ്തിരുന്നത് അവിടെ വച്ചായിരുന്നു. ന്യൂയോർക്കിലെ മെർച്ചൻ്റ് കോഫി ഹൗസ് പുതിയ റിപ്പബ്ലിക്കിൻ്റെ സർക്കാരായി മാറാനിരുന്നവരുടെ ആദ്യകാല യോഗങ്ങൾക്ക് വേദിയായി. ആ സാംസ്കാരിക മാറ്റം പിന്നീടവിടെ ശാശ്വതമായി നിലനിന്നു. ഭൂമിയിലെ മറ്റേതു രാജ്യത്തെക്കാളും കൂടുതൽ കാപ്പി അമേരിക്ക ഇന്ന് ഉപയോഗിക്കുന്നു. അമേരിക്കക്കാർ ഓരോ ദിവസവും ഏകദേശം 40 കോടി കപ്പ് കാപ്പിയാണ് കുടിക്കുന്നത്. ആ വലിയ ശീലത്തിൻ്റെ വേരുകൾ ചെന്നെത്തുന്നത് 250 വർഷങ്ങൾക്ക് മുമ്പ് ബോസ്റ്റൺ തുറമുഖത്ത് നടന്ന ആ ചരിത്രപരമായ രാഷ്ട്രീയ പ്രതിഷേധത്തിലേക്കാണ്. 19ാം നൂറ്റാണ്ടോടെ കാപ്പി എന്നത് സമ്പന്നരുടെ ഒരു ആഡംബര ഉൽപ്പന്നം എന്നതിൽ നിന്നും പാശ്ചാത്യ ലോകത്തെ സാധാരണ തൊഴിലാളികൾക്ക് പോലും എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു ദൈനംദിന പാനീയമായി മാറിക്കഴിഞ്ഞിരുന്നു. ആവിക്കപ്പലുകളുടെ വരവോടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയുള്ള വ്യാപാരം മുമ്പത്തേക്കാൾ വേഗത്തിലാവുകയും ചെലവ് ഗണ്യമായി കുറയുകയും ചെയ്തു. ന്യൂയോർക്ക്, ഹാംബർഗ് തുടങ്ങിയ നഗരങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള റോസ്റ്റിംഗ് യന്ത്രങ്ങൾ വികസിപ്പിച്ചെടുത്തതോടെ ചരിത്രത്തിലാദ്യമായി കാപ്പിക്കുരു വൻതോതിൽ സംസ്കരിച്ചെടുക്കാൻ കമ്പനികൾക്ക് സാധിച്ചു. വായു അടക്കാത്ത വിധത്തിൽ ടിന്നുകളിലാക്കി സൂക്ഷിക്കുന്ന വാക്വം സീൽ പാക്കേജിംഗ് കണ്ടുപിടിക്കപ്പെട്ടതോടെ വറുത്ത കാപ്പിയുടെ സുഗന്ധമോ രുചിയോ നഷ്ടപ്പെടാതെ തന്നെ മാസങ്ങളോളം അവ കടയുടെ സെൽഫുകളിൽ സൂക്ഷിക്കാനും കേടുകൂടാതെ ഭൂഖണ്ഡങ്ങൾ കടന്ന് കയറ്റുമതി ചെയ്യാനും കഴിഞ്ഞു. അങ്ങനെ 1800കളുടെ പകുതിയോടെ യൂറോപ്യൻ സമ്പന്നരുടെയും കൊളോണിയൽ ഉന്നതരുടെയും മാത്രം പാനീയമായിരുന്ന കാപ്പി 2 ഭൂഖണ്ഡങ്ങളിലെ സാധാരണക്കാരായ ഫാക്ടറി തൊഴിലാളികളുടെയും കർഷകരുടെയും സൈനികരുടെയും നിത്യജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത ഭാഗമായി മാറി.
പിന്നീട് യുദ്ധങ്ങളുടെ കാലം വന്നതോടെ കാപ്പി വെറുമൊരു വീട്ടുപാനീയം അല്ലെങ്കിൽ റോയൽ കോഫി എന്നതിൽ നിന്നുമൊക്കെ ഒരു പ്രധാന സൈനിക വിഭവമായി മാറിയിരുന്നു. അമേരിക്കൻ ആഭ്യന്തര യുദ്ധകാലത്ത് യൂണിയൻ സൈനികർക്ക് അവരുടെ പ്രതിദിന റേഷൻ്റെ ഭാഗമായി കാപ്പിക്കുരുക്കൾ നൽകിയിരുന്നു. സ്വർണം പോലെ വിലപ്പെട്ടതായാണ് അവരതിനെ കണക്കാക്കിയിരുന്നത്. തങ്ങളുടെ ബാഗുകളിൽ സ്വന്തമായി കാപ്പി പൊടിച്ചെടുക്കാവുന്ന ചെറിയ ഉപകരണങ്ങളും അവർ കൊണ്ടു നടന്നിരുന്നു. പച്ച കാപ്പിക്കുരുക്കൾ ക്യാമ്പ് ഫയറിലെ തീയിൽ വെച്ച് ടിൻ കപ്പുകളും റൈഫിളുകളുടെ കുഴലുകളും ഉപയോഗിച്ച് അവർ വറുത്തെടുത്തു. വെടിമരുന്നിനേക്കാൾ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാപ്പിയാണെന്ന് താൻ വിശ്വസിക്കുന്നതായി വിർജീനിയയിൽ താവളമടിച്ചിരുന്ന ഒരു യൂണിയൻ സൈനികൻ എഴുതിയതായി പറയപ്പെടുന്നു. കാരണം യുദ്ധമുഖത്തെ ക്ഷീണമകറ്റാൻ കാപ്പി അവരെ നല്ലതുപോലെ സഹായിച്ചിരുന്നു. എബ്രഹാം ലിങ്കൻ്റെ യുദ്ധകാല സെക്രട്ടറി എഡ്വിൻ സ്റ്റാൻഡൻ ഒരിക്കൽ കാപ്പിയെക്കുറിച്ച് വിശേഷിപ്പിച്ചത് സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളിലൊന്ന് കാപ്പി എന്നാണ്. 20-ാം നൂറ്റാണ്ടിലെ ലോകമഹായുദ്ധങ്ങൾ അമേരിക്കൻ സംസ്കാരത്തിലും ആഗോള സംസ്കാരത്തിലും കാപ്പിയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിച്ചു. 1-ാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്കൻ സൈന്യം എത്രത്തോളം കാപ്പി വാങ്ങിയിരുന്നെന്നാൽ അത് രാജ്യത്ത് വലിയൊരു ക്ഷാമം തന്നെ സൃഷ്ടിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കാനും പൂഴ്ത്തിവയ്പ് തടയാനും ഒടുവിൽ സർക്കാരിന് നേരിട്ട് ഇടപെടേണ്ടി വന്നു. അത്രയും ഡിമാൻഡ് കാപ്പിക്കുണ്ടായി. ഫ്രാൻസിലെ യുദ്ധക്കിടങ്ങുകളിൽ കൊടും തണുപ്പും ചെളിയും നിറഞ്ഞ രാത്രികളിൽ കാവൽ നിൽക്കുമ്പോൾ ഉറങ്ങാതിരിക്കാനും ശരീരത്തിന് ചൂട് പകരാനും അമേരിക്കൻ സൈനികർ കാപ്പിയെയാണ് ആശ്രയിച്ചത്. ഈ യുദ്ധകാലത്താണ് അമേരിക്കക്കാരുടെ സംസാരത്തിൽ കപ്പ് ഓഫ് ജോ എന്ന പദം കടന്നു വരുന്നത്. 1914-ൽ നാവികസേനാ കപ്പലുകളിൽ മദ്യം നിരോധിച്ച നാവികസേനാ സെക്രട്ടറി ജോസഫ് ഡാനിയലിൻ്റെ പേരിലായിരിക്കണം കാപ്പിക്ക് ഈ പേര് വീണതെന്ന് കരുതപ്പെടുന്നത്. ഇതോടെ നാവികർക്ക് ലഭിക്കുന്ന ഏറ്റവും വീര്യമുള്ള പാനീയമായി കാപ്പി മാറിയിരുന്നു. 2-ാം ലോക മഹായുദ്ധകാലത്ത് യൂറോപ്പിലും വടക്കൻ ആഫ്രിക്കയിലും പസഫിക് മേഖലയിലുമായി വിന്യസിക്കപ്പെട്ട സൈനികർക്ക് ലക്ഷക്കണക്കിന് പാക്കറ്റ് ഇൻസ്റ്റൻറ്റ് കാപ്പിയാണ് മിലിറ്ററി വിതരണം ചെയ്തത്. സൈന്യത്തിന് നൽകിയ ഈ വലിയ കരാറിലൂടെ നെസ്കഫെ, മാക്സ്വെൽ ഹൗസ് തുടങ്ങിയ ബ്രാൻഡുകൾ അമേരിക്കയിലെ ഓരോ വീടുകൾക്കും സുപരിചിതമായ ഒരു പേരായി മാറി. യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സൈനികർ തങ്ങളുടെ കാപ്പിക്കുടി ശീലം അമേരിക്കയിലുടനീളമുള്ള സ്വന്തം വീടുകളിലേക്കും കൂടെ കൂട്ടി. 1950കളിലെയും 60കളിലെയും സാമ്പത്തിക കുതിച്ചുചാട്ടത്തിൻ്റെ കാലത്ത് കാപ്പി അമേരിക്കക്കാരുടെ അനിഷേധ്യമായ ഔദ്യോഗിക പാനീയമായി മാറുന്നതാണ് ലോകം കണ്ടത്. ഫോൾജോസ്, മാക്സ്വെൽ ഹൗസ് തുടങ്ങിയ ബ്രാൻഡുകൾ പലചരക്ക് കടകളിലെ സെൽഫുകളിലും റെസ്റ്റോറൻറ്റുകളിലും ടെലിവിഷൻ പരസ്യങ്ങളിലും നിറഞ്ഞു നിന്നു. എന്നാൽ 1960കളിലും 70കളിലും വൻകിട കാപ്പി കമ്പനികൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമുണ്ടായി. കാപ്പിയുടെ ഗുണനിലവാരം വൻതോതിൽ ഇടിഞ്ഞു. അതെങ്ങനെയെന്ന് വച്ചാൽ സാധാരണക്കാർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കാപ്പി എത്തിക്കാനുള്ള തന്ത്രങ്ങളിൽ വലിയ കമ്പനികൾ മികച്ച ഗുണനിലവാരമുള്ള അറബിക്കയ്ക്കൊപ്പം ഏറ്റവും നിലവാരം കുറഞ്ഞ റോബസ്റ്റ കുരുക്കളും കലർത്താൻ തുടങ്ങി. അത് വറുക്കുന്ന പ്രക്രിയയിൽ വേണ്ടത്ര ശ്രദ്ധ നൽകാതെ രുചിയേക്കാൾ കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കുന്നതിനാണ് അവർ മുൻഗണന നൽകിയത്. 1970കളോടെ അമേരിക്കൻ സൂപ്പർ മാർക്കറ്റുകളിൽ ലഭിക്കുന്ന കാപ്പി അതിദാരുണമായിരുന്നു. തീരെ കടുപ്പമില്ലാത്ത പഴകിയ കയ്പേറിയ ഒരുതരം ദ്രാവകമായിട്ടായിരുന്നു അത്തരം കാപ്പികളിൽ നിന്നും ലഭിച്ചിരുന്നത്. രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി അമേരിക്കയിലെ പ്രതിശീർഷ കാപ്പി ഉപയോഗം കുത്തനെ കുറഞ്ഞു തുടങ്ങി. എല്ലാ ദിവസവും രാവിലെ കുടിച്ചിരുന്ന ആ രുചിയില്ലാത്ത തവിട്ട് നിറത്തിലുള്ള പാനീയത്തിൽ നിന്ന് യുവാക്കൾ പ്രത്യേകിച്ച് മുഖം ധരിച്ചു. കാപ്പിയുടെ ചരിത്രം അവിടെ അവസാനിച്ചിരുന്നുവെങ്കിൽ ഇതൊരു തീർത്തും വ്യത്യസ്തമായ കഥയായേനെ. എന്നാൽ 1971-ൽ വാഷിങ്ടണിലെ സിയാറ്റലിലുള്ള പൈക്ക് പ്ലേസ് മാർക്കറ്റിൽ റെജി ബാൾട്വിൻ, സെഫ് സീഗൽ, ഗോൾഡൻ ബൗക്കർ എന്നീ 3 സുഹൃത്തുക്കൾ ചേർന്ന് ഒരു ചെറിയ കട തുറന്നു. അവർ അതിനിട്ട പേര് സ്റ്റാർബക്സ് എന്നായിരുന്നു. തുടക്കത്തിൽ അവർ അവിടെ കുടിക്കാൻ പാകത്തിലുള്ള കാപ്പി വിറ്റിരുന്നില്ല. പകരം ചെറിയ ഫാമുകളിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്ന ഉയർന്ന നിലവാരമുള്ള കറുത്ത കാപ്പിക്കുരുക്കളും അത് തയ്യാറാക്കാനുള്ള ഉപകരണങ്ങളും പിന്നെ കുറച്ച് തേയിലയുമാണ് അവർ അതിൽ കൂടെ വിറ്റിരുന്നത്. കാപ്പി എവിടെ നിന്നാണ് വരുന്നതെന്നും അത് എങ്ങനെയാണ് കൃത്യമായി തയ്യാറാക്കേണ്ടതെന്നും ഉപഭോക്താക്കളെ പഠിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ശ്രദ്ധ. അതൊരു ചെറിയ പ്രദേശത്തെ വളരെ വ്യത്യസ്തമായ ഒരു ബിസിനസ്സായിരുന്നു. 1 ദശാബ്ദത്തോളം അത് ആ രീതിയിൽ തന്നെ തുടരുകയും ചെയ്തു.
പിന്നീട് 1982 ഹൊവാർഡ് ഷുൾട്സ് എന്ന യുവ മാർക്കറ്റിംഗ് ഡയറക്ടർ ആ കമ്പനിയുടെ ഭാഗമായി. തൊട്ടടുത്ത വർഷം ഇറ്റലിയിലെ മിലാനിലേക്ക് ഒരു ബിസിനസ് യാത്ര പോയ അദ്ദേഹം നഗരമധ്യത്തിലുള്ള ഒരു എക്സ്പ്രസോ ബാറിലേക്ക് കയറി ചെന്നു. അവിടെയുള്ള ബാരിസ്റ്റ വളരെ കൃത്യതയോടെയും അങ്ങേയറ്റം ശ്രദ്ധയോടെയും എക്സ്പ്രസോ തയ്യാറാക്കുന്നത് അദ്ദേഹം നോക്കി നിന്നു. സ്ഥിരമായി അവിടെ വരുന്ന ഉപഭോക്താക്കൾ പരസ്പരം പേര് ചൊല്ലി ചിരിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യുന്നതും ആ നിമിഷം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മനോഹരമായ ആ കഫയിൽ നന്നായി തയ്യാറാക്കിയ ഒരു കപ്പ് കാപ്പിക്ക് ചുറ്റും രൂപപ്പെടുന്ന ഒരു കൂട്ടായ്മയും അതൊരു ആചാരം പോലെ ആളുകൾ കൊണ്ടു നടക്കുന്നതും അദ്ദേഹം ശ്രദ്ധിച്ചു. അമേരിക്കയിലെ കാപ്പിക്ക് നഷ്ടപ്പെട്ടത് അതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഒടുവിൽ ഹൊവാർഡ് ഷുൾട്സ് സ്റ്റാർബക്സ് അതിൻ്റെ സ്ഥാപകരിൽ നിന്നും വിലയ്ക്ക് വാങ്ങി. അതൊരു കാപ്പിക്കൊരു വിൽപ്പനശാല എന്നതിൽ നിന്നും ലോകം കാപ്പിയെ കാണുന്ന രീതിയെ തന്നെ മാറ്റിമറിച്ച ഒരു വമ്പൻ കഫേ ശൃംഖലയായി അദ്ദേഹം വളർത്തിയെടുത്തു. 1990കളുടെ പകുതിയോടെ സിയാറ്റിലെ ഒരു ചെറിയ കടയിൽ നിന്ന് അമേരിക്കയിലൊട്ടാകെ 100 കണക്കിന് ശാഖകളുള്ള ഒരു വലിയ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി സ്റ്റാർബക്സ് മാറി. അവർ കാപ്പിയെ വീണ്ടും ആളുകൾ കൊതിക്കുന്ന ഒന്നാക്കി മാറ്റി. ഓട്ട് മിൽക്ക് ചേർത്ത ഒരു ഗ്രാൻഡേ ലാറ്റെ ഓർഡർ ചെയ്യുന്നത് വെറുമൊരു പാനീയം തിരഞ്ഞെടുക്കുന്നതിലുപരി അതൊരു സാംസ്കാരിക ചിഹ്നമായി മാറി. ഇതിൻ്റെ അലയൊലികൾ ആ ഒരൊറ്റ കമ്പനിയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. തുടർന്ന് കാപ്പി വ്യവസായത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അമേരിക്കയിലെയും യൂറോപ്പിലെയും പ്രധാന നഗരങ്ങളിലെല്ലാം സ്വതന്ത്ര റെസ്റ്റോറൻറ്റുകളും സ്പെഷ്യൽ കോഫി ഷോപ്പുകളും ഉയർന്നു വന്നു. കൊളംബിയ, എത്യോപ്യ, ഗോട്ടിമാല, കെനിയ എന്നിവിടങ്ങളിലെ ഫാമുകളിൽ നിന്ന് അവർ നേരിട്ട് കാപ്പിക്കുരുക്കൾ ഇറക്കുമതി ചെയ്തു. കാപ്പി തയ്യാറാക്കുന്നവർക്കായി ബാരിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന അന്താരാഷ്ട്ര മത്സരങ്ങൾ ആരംഭിച്ചു. ഇതോടെ വീഞ്ഞ് വ്യവസായത്തിൽ മുന്തിരിക്ക് നൽകുന്ന അതേ പ്രാധാന്യവും ഗൗരവവും കാപ്പിക്കും ലഭിച്ചു തുടങ്ങി. തേർഡ് വേവ് കോഫി മൂവ്മെൻറ്റ് എന്ന് വിളിക്കപ്പെട്ട ഈ മാറ്റം കാപ്പിയെ വെറുമൊരു ഉൽപ്പന്നം എന്നതിൽ നിന്ന് ആളുകൾ ആത്മാർത്ഥമായി അറിയാനും മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്ന ഒന്നാക്കി മാറ്റി. ഇന്ന് ആഗോള കാപ്പി വ്യവസായം പ്രതിവർഷം $400 ബില്യൺ വരുമാനമുണ്ടാക്കുന്നു. ലോകമെമ്പാടുമുള്ള 12.5 കോടിയിലധികം ആളുകൾ തങ്ങളുടെ ഉപജീവനത്തിനായി കാപ്പി കൃഷിയെ ആശ്രയിക്കുന്നു. ബ്രസീൽ മുതൽ വിയറ്റ്നാം വരെയുള്ള ഉഷ്ണമേഖലാ പ്രദേശത്തെ 70-ലധികം രാജ്യങ്ങൾ കാപ്പി കൃഷി ചെയ്യുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ കാപ്പിച്ചെടി ഇന്ന് ലോകമറിയുന്ന ഒരു വലിയ താരമായാണ് തൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. എത്യോപ്യൻ മലനിരകളിലെ ഒരു കാട്ടുചെടിയിൽ നിന്ന് $400 ബില്യൺ ആഗോള വ്യവസായത്തിലേക്കുള്ള ഒരു യാത്രയിൽ ചാരവൃത്തിക്കും മതപരമായ വിവാദങ്ങളും കൊളോണിയൽ ചൂഷണങ്ങളും അടിമത്തവും രാഷ്ട്രീയ വിപ്ലവങ്ങളും സാങ്കേതിക മുന്നേറ്റങ്ങളും കോർപ്പറേറ്റ് തന്ത്രങ്ങളും എല്ലാം ഉൾപ്പെട്ടിരുന്നു. കാപ്പി വെറുമൊരു പാനീയമല്ല, മനുഷ്യൻ്റെ അഭിലാഷവും അത്യാഗ്രഹവും ബുദ്ധിസാമർഥ്യവും ക്രൂരതയെല്ലാം ഒത്തുചേർന്ന 500 വർഷത്തെ ചരിത്രമാണ് ആ ഒരൊറ്റ കപ്പിൽ തിളച്ചുമറിയുന്നത്. ഇതൊന്നും ചിന്തിക്കാതെ തന്നെ നാളെ രാവിലെയും നിങ്ങൾ ഒരു കപ്പ് കാപ്പി നിങ്ങൾക്ക് വേണ്ടി ഒഴിച്ചേക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് പിന്നിലെ യഥാർത്ഥ കഥ അറിയാം. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ കാപ്പി കുടിക്കുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഓരോ കപ്പ് കാപ്പിയും അത്രമേൽ വലിയൊരു ചരിത്രത്തിൻ്റെ ഭാരം പേറുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വളരെ വ്യത്യസ്തവും കൗതുകം നിറഞ്ഞതുമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.